കനത്ത മഴയിൽ ആനക്കര മലമൽക്കാവിൽ തോട് പൊട്ടി വെള്ളം കുത്തിയൊഴുകി 10 ഏക്കർ നെൽകൃഷി പൂർണ്ണമായി നശിച്ചു. ആനക്കര പട്ടിത്തറ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിട്ടൊഴുകുന്ന അയ്യമ്മക്ക കരിമ്പിലും തോടാണ് പൊട്ടിയത്. ഇതോടെ 60 ദിവസം മൂപ്പായ മലമൽക്കാവ് ചേരള പാടശേഖരത്തിലെ 10 ഏക്കർ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിച്ചു. നിരവധി വർഷങ്ങളായി തോട് പൊട്ടുന്നത് മൂലം കർഷകർക്ക് കൃഷിനാശം സംഭവിക്കാൻ തുടങ്ങിയിട്ട് ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. മഴ പെയ്താൽ പറക്കുളം, മലമൽക്കാവ് എന്നീ കുന്നിൻമുകളിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് എത്തുന്നത് നെൽപ്പാടങ്ങളിലേക്കാണ്. കർഷകരായ അബ്ദുള്ളക്കുട്ടി, MK രവി, വിശ്വനാഥൻ, ബക്കർ എന്നിവർ ഭൂമി പാട്ടത്തിനെടുത്താണ് ഇവിടെ കൃഷി നടത്തിയിരുന്നത്. നമ്മളിവിടെ ഒരു സൈഡ് നേരെയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തെ കൊണ്ടുപോയി ചാടിക്കുക എന്നല്ലാണ്ട് ഇവിടെ ശരിക്കുള്ള തോട് കെടുക്കുന്നുണ്ട്. ആ തോട് ഒരിക്കലും ഒരു പ്രാവശ്യം തൊഴിലുറപ്പുകാരടക്കം തോട്ടിൽ ഇറങ്ങില്ല അറിഞ്ഞിട്ട് തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നപ്പോൾ അവർ തിരിച്ചുപോയി. ഇവിടെ ഒന്ന് കെട്ടിയിട്ട് ഈ ശരിക്ക് ആ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ സൈഡൊക്കെ പണിയെടുപ്പിച്ച കാര്യങ്ങൾ ക്ലിയറായി, ഒരു പ്രശ്നമില്ല. ഇത് രണ്ടാൾക്കാരും പട്ടിത്തറ പഞ്ചായത്തും ആനക്കര പഞ്ചായത്തും ഇതേവരെ യാതൊരു കാര്യം ചെയ്തില്ല. ഒരു പ്രാവശ്യം മണ്ണ് ഞങ്ങളൊക്കെ കൂടിയിട്ട് കുറ്റിയടിച്ചിട്ട് കെട്ടിയെന്നല്ലാണ്ട് അതുകൊണ്ട് കാര്യമില്ല. കാരണം വെള്ളം വന്നതൊക്കെ തള്ളിപ്പോവുക. ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ ആനക്കര മനമക്കാവ് പാടശേഖരത്തിൽ ചർലപ്പാടം കൃഷിക്കാരാണ് ഇവിടെ കൂടുതലും ഉള്ളത്. 100 ചില്ലാനം ഏക്കർ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇത് ഈ പറക്കുളം കുന്ന്, മനമക്കാവ് കുന്നിൻ്റെ മുകളിലൊക്കെ ഉള്ള മുഴുവൻ മഴ പെയ്ത വെള്ളവും ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നെല്ല് കംപ്ലീറ്റ് മൂടി. പലപ്പോഴും നെല്ല് കേടന്ന് പോയിട്ട് വീണ്ടും നടേണ്ട ആവശ്യം കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഈ തോടിന് പറയാം അയ്യമ്മാക്ക പട്ടിക്കായൽ കരിമ്പില്ലം തോട് എന്നാണ് ഈ തോടിൻ്റെ പേര്. അപ്പോൾ ഈ തോടിൻ്റെ അപ്പുറത്ത് കിടന്ന പട്ടിത്തറ പഞ്ചായത്താണ്, ഇത് ആനക്കര പഞ്ചായത്താണ്. അപ്പോൾ ഈ ആനക്കര പഞ്ചായത്തിലെ ഈ കൃഷിക്കാർ, ചെറുപ്പാടം കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ ഈ തോട് അടിയന്തരമായിട്ട് കെട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് അത്ര വർഷങ്ങളായിട്ട് നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കും.